കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിയുടെ 26ാമത് വാർഷിക പൊതുയോഗം കോടാലിയിൽ സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് CV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സമിതി അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നേടിയ 3 കർഷകരെ MLA ആദരിച്ചു. മികച്ച കർഷക ഗ്രൂപ്പുകളെയും സ്വാശ്രയ വിപണിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരിലെ മികച്ച കച്ചവടക്കാരെയും സമിതി അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയവരെയും മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗം KS സൂരജ്, VFPCK ജില്ലാ മാനേജർ AA അംജ, AD AS സ്വപ്ന, PK സുബ്രഹ്മണ്യൻ, ES അനിൽകുമാർ, സമിതി വൈസ് പ്രസിഡന്റ് PV സുബ്രൻ, സെക്രട്ടറി CC രേഖ, ട്രഷറർ CM ഷാജൻ എന്നിവർ സംസാരിച്ചു. അംഗങ്ങൾക്കുള്ള വിലവ്യത്യാസ വിതരണവും ഉണ്ടായി. മറ്റത്തൂർ പഞ്ചായത്തിന് സംസ്ഥാന പുരസ്കാരം നേടിത്തന്നതിലും ദേശീയ ശ്രദ്ധയിലെത്തിക്കുന്നതിലും നേതൃത്വപരമായ പങ്കുവഹിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VBയെ ചടങ്ങിൽ സമിതി പ്രസിഡന്റ് CV ചന്ദ്രൻ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി CK പീതാംബരൻ പ്രസിഡന്റ്, PV സുബ്രഹ്മണ്യൻ വൈസ് പ്രസിഡന്റ്, CM ഷാജൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രവർത്തനം ആരംഭിച്ച മറ്റത്തൂർ VFPCK ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച VFPCK എന്ന നിലയിൽ മാറിയിരിക്കുന്നു എന്ന സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇവിടുത്തെ റിപ്പോർട്ടിൽ നിന്നും സ്വാഗത പ്രസംഗത്തിൽ നിന്നും അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നൊക്കെ മനസ്സിലായത്. അങ്ങനെ മാറിയതാണ് തുടർച്ചയായ പ്രവർത്തനങ്ങളിലൂടെ. ഈ മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ ആ മണ്ഡലത്തിലെ പഞ്ചായത്ത് കർഷകരുടെ കൂട്ടായ്മ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെയധികം അഭിനന്ദനാർഹമായ ഒരു കൂട്ടായ്മയാണ് ഈ മറ്റത്തൂർ VFPCK. പത്രം അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ടൊക്കെ ഓരോ സ്ഥലങ്ങളിലും കാട്ടാനയുടെ ആക്രമണമായി മനുഷ്യർ മരണിക്കുന്ന അവസ്ഥയ്ക്കുണ്ട്. മറ്റേതൊക്കെ ഒരു മൈൻഡിൻ്റെ പീലി കിട്ടാൻ വേണ്ടി സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ഈ പുസ്തകങ്ങൾ ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടാകുന്നതാണ് നമ്മളൊക്കെ വലിയ തോതിൽ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ മയിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പറഞ്ഞ് കുറച്ചും കൂടി ഗ്രാമം തന്നെ നമ്മുടെ ഗ്രാമം തൃശ്ശൂർ 10 കിലോമീറ്ററിലുള്ളൂ. നഗരത്തിനോട് ചേർന്ന് കോർപ്പറേഷൻ്റെ ബോർഡറിലാണ്. അവിടെ വരെ മയിലുകൾ എത്തി. വീടിൻ്റെ മുകളിലൊക്കെ മയിലാട്ടമാണ് ഇപ്പോൾ. അങ്ങനെ കാട്ടുപന്നികൾ വന്നു തുടങ്ങി. മയിലുകളൊക്കെ ഈ എല്ലാ വിളകളും എടുത്തുകൊണ്ട് പോകണം. വിള കുടിച്ചിട്ട് അതൊക്കെ പറക്കി എടുത്തുകൊണ്ട് പോകണം കാട്ടുപന്നികൾ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ മിനിഞ്ഞാന്ന് മന്ത്രിസഭാ യോഗം കൂടി തീരുമാനമെടുത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വനം വന്യജീവി സംരക്ഷിക്കാൻ തന്നെയാണ് ഈ വന്യജീവി വകുപ്പ് തർക്കരെ. പക്ഷെ അത് അവരെ കാടിനുള്ളിൽ സംരക്ഷിച്ച് നിർത്തണം. അവിടെ ആരെങ്കിലും കയറി വേട്ടയാടുകയോ അവരെ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തടയണം. ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം. ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. 1972 വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടായത്, കർശനമാക്കിയത്. ഇപ്പം 12 കൊല്ലം കഴിഞ്ഞു. അത് കാലോചിതമായി മാറ്റം വരുന്നുണ്ട്. ഇതൊക്കെ പെറ്റുപെരുകി വലിയ നമ്പറായി മാറി. മാത്രമല്ല ഈ കാടുകൾക്ക് നിന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാടുകൾ പഴയ കാടിൻ്റെ ഒരവസ്ഥയല്ല. അത് ഈ വന്യജീവികളുടെ അവരുടെ ആവാസ കേന്ദ്രങ്ങളിൽ കടന്നു കയറിയതും അവിടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മാത്രം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതുള്ള കാര്യമല്ല. പക്ഷെ അടിയന്തരമായും ഈ കാട്ടുപന്നി പോലെയുള്ള ഈ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുന്ന അതിനെയൊക്കെ കൊന്നു തള്ളാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം. താഴ്പാട ഗ്രൂപ്പ് ആളുടെ വിറ്റുവരവ് 23,20,328. അതിനുശേഷം മൂന്നാമത് ചെയ്യുന്നത് KJ ആൻഡൂർ ഒരുക്കുന്ന ഗ്രൂപ്പ് ആളുടെ വിറ്റുവരവ് 20,69,402.
ഈ 3 കൃഷിക്കാർക്കൂടെ നല്ലൊരു കൈയിടുന്നത്. നമ്മുടെ ജില്ലയിലെ തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന VLPCകളിൽ ഒന്നാണ്. പ്രാവശ്യത്തെ ടേൺ ഓവർ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പഞ്ചായത്തിന്റെ കാർഷിക മേഖലയെ അല്ലെങ്കിൽ കാർഷിക സമൃദ്ധിയെ കുറിച്ചിട്ട് പഠിക്കാനും വാർത്ത കൊടുക്കാനും വേണ്ടി ഒരു ജേർണലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം പ്രശസ്തിയായിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് KJ ജേക്കബ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇവിടെ വന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുത്തെ കാർഷിക മേഖലയെ കുറിച്ച് പറയുമ്പോൾ ചന്ദ്രേട്ടൻ അന്ന് കൂടെ ഉണ്ട്. അപ്പൊ ചന്ദ്രേട്ടൻ പറഞ്ഞു ഇവിടുത്തെ ടേൺ ഓവർ ഏകദേശം 5 കോടിയോളം രൂപയാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, തെറ്റിയതാണോ? ഒരു പഞ്ചായത്തിലെ VLPCKയിലെ ടേൺ ഓവർ ആണോ ഈ പറയുന്നത്? തെറ്റിപ്പോയതാണോ? നല്ല നൂലുവള്ളി VLPCKയിൽ ഏകദേശം 2 കോടിയോളം ഉണ്ട്. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ 2 VLPCKയിൽ കൂടി 7 കോടിയോളം ടേൺ ഓവർ ഉള്ള ഒരു പഞ്ചായത്താണ് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ അദ്ദേഹം ഞെട്ടിപ്പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി വരുന്നുണ്ട്, ഇതിനെക്കുറിച്ച് കൃത്യമായി സ്റ്റഡി നടത്താനും ഇതിന്റെ വാർത്ത സമൂഹങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. കാരണം അത്രയധികം കാർഷിക സമ്പത്തുള്ള ഒരു പഞ്ചായത്താണ്. ഈ മേഖലയെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നിക്കും മറ്റു പഞ്ചായത്തുകൾക്കൊക്കെ. നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന സിന്ധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു. 178 KA ജോസ് കോടാർ ഗ്രൂപ്പ് 12 ലക്ഷത്തി. അടുത്തത് PC ഹൗസ് 10,98,000. ഏറ്റുവാങ്ങുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പ്രസിഡന്റ് ആദരിക്കുന്നു.